ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂറോസൈറ്റ്സ്. യുകെയിലെ ഏറ്റവും പുതിയ വിസ നിയമങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇത്. അപ്പോൾ യുകെയിലെ ഇപ്പോൾ ബ്രിട്ടീഷ് പൗരത്വം കിട്ടാനായിട്ട് ഒരു ഡിക്കേഡിന്റെ കാലതാമസമെങ്കിലും ഉണ്ടായിരിക്കും. ഓസ്ട്രേലിയ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ അതിനേക്കാൾ ബുദ്ധിമുട്ടേറുന്നതായിരിക്കും ഇനി മുതൽ യുകെയിലെ ഒരു പൗരത്വം കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ പല കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റുഡൻറ് വിസ, 2 PSW പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ, 3 സ്പോൺസർഷിപ്പ്, 4 PR. ഇങ്ങനെ തരംതിരിച്ചിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ആദ്യമായിട്ട് സ്റ്റുഡൻറ് വിസ. നിങ്ങൾ യുകെയിലേക്ക് സ്റ്റുഡൻറ് വിസയിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 1-2 കാര്യം നിങ്ങൾ മനസ്സിൽ കരുതുക. 1, യുകെയിലെ യൂണിവേഴ്സിറ്റികളിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് അവരുടെ ഫീസ് വളരെയധികം വർദ്ധിക്കാനായിട്ട് പോവുകയാണ്. 2, ഇവിടെ പാർട്ട് ടൈം ജോബ് കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. 3, അക്കോമഡേഷന് മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പോൾ വളരെയധികം എക്സ്പെൻസീവാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതൊക്കെ മീറ്റ് ചെയ്യാനുള്ള ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രം യുകെയിലേക്ക് വരിക. ഇവിടെ വന്ന് പഠനം പൂർത്തിയാക്കി തിരിച്ചു പോകാൻ പറ്റും, അല്ലെങ്കിൽ തിരിച്ചു പോയാലും കുഴപ്പമില്ല എന്ന ഉദ്ദേശമാണെങ്കിൽ മാത്രം നിങ്ങൾ യുകെയിലേക്ക് പഠിക്കാനായിട്ട് വരിക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടെ പാർട്ട് ടൈം ജോബ് കിട്ടുക എന്നൊക്കെ പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. രണ്ടാമത് എനിക്ക് പറയാനായിട്ടുള്ളത് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ. നിങ്ങൾ പഠനശേഷം ഇതുവരെ ഉണ്ടായിരുന്നത് 2 വർഷം പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ എന്നായിരുന്നു. അത് ഇപ്പോൾ മാറ്റാൻ പോവുകയാണ്. ഇനിയും 18 മന്ത്സ് മാത്രമേ നിങ്ങൾക്ക് ഈ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയിൽ നിൽക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഈ 18 മന്ത്സിനുള്ളിൽ നിങ്ങൾ ഒരു സ്പോൺസർഷിപ്പ് കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു പോകേണ്ടതായിട്ട് വരും. ഞാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയട്ടെ, ഇവിടെ ഒരു സ്പോൺസർഷിപ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ സ്പോൺസർഷിപ്പ് വിസയുടെ കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ഒന്നും കൂടെ കർശനമാക്കുകയാണ്. കൂടുതൽ വേജസ് ഈ എംപ്ലോയർ നിങ്ങൾക്ക് നൽകേണ്ടതായിട്ട് വരും. അങ്ങനെ മാത്രമല്ല, ഇവിടെ യുകെയിലുള്ള ആളുകൾക്ക് ജോബ് കൊടുത്തതിന് ശേഷം മാത്രമേ മറ്റ് ആളുകൾക്ക് കൊടുക്കാനായിട്ട് പാടുകയുള്ളൂ എന്നുള്ള പല നിബന്ധനകൾ യുകെ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ സ്പോൺസർഷിപ്പ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ സ്റ്റുഡൻറ് വിസയിൽ വരുന്നവർ ഇതൊക്കെ മനസ്സിൽ മുൻകൂട്ടി കരുതിയിട്ട് വേണം വരാനായിട്ട്. നാട്ടിൽ നിന്ന്, ബാങ്കിൽ നിന്നൊക്കെ ഭീമമായ തുക ലോൺ എടുത്ത് ഇവിടെ പഠിക്കാൻ വരാതിരിക്കുകയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉചിതം. അതല്ല, നിങ്ങൾക്ക് അത്രയ്ക്കും നാട്ടിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വരാം, നോ പ്രോബ്ലം. അടുത്തതാണ് സ്പോൺസർഷിപ്പ്. ഇവിടെ സ്പോൺസർഷിപ്പ് കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല, ഇയർലി വേജസ് ഗവൺമെൻറ് ഉയർത്തുകയാണ്. അപ്പോൾ ഒരു എംപ്ലോയർക്ക് അത് താങ്ങാൻ പറ്റാവുന്നതിൽ കൂടുതലായിരിക്കും. അതുകൊണ്ട് ഈ സ്പോൺസർഷിപ്പ് കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. 100-ൽ 1-2 ആളുകൾക്ക് കിട്ടിയാൽ കിട്ടി, അത് അവരുടെ ഭാഗ്യം കൊണ്ടായിരിക്കും. പിന്നെയുള്ളത് ഇവിടുത്തെ PR, പെർമനന്റ് റെസിഡൻസ് എന്ന് പറയും. സാധാരണഗതിയിൽ ഇവിടെ 5 വർഷം ഒരു ജോബ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ, 5 വർഷം ഒരു സ്ഥിരമായ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ പെർമനന്റ് റെസിഡൻസിനായിട്ട് അപേക്ഷിക്കാൻ പറ്റുമായിരുന്നു. എന്നാൽ ഗവൺമെൻറ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന ധവളപത്രത്തിൽ പറയുന്നത് അത് 10 വർഷമാക്കി ഉയർത്താനാണ്. അതായത് ഒരു ഡീക്കേഡ് നിങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് സാധാരണഗതിയിൽ യുകെയിലെ എല്ലാ നിയമങ്ങളും ഇപ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് ബാധകമാവുകയില്ല. പക്ഷേ ഇന്നത്തെ ഈ BBC ന്യൂസും പ്രൈം മിനിസ്റ്ററുടെ പ്രസ്താവനയൊക്കെ കാണുമ്പോൾ ഇവിടെ ഉള്ളവർക്കും ഇത് ബാധകമാകുന്ന രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. അതുകൊണ്ട് 5 വർഷം PR എന്നുള്ളത് 10 വർഷമായിട്ട് കാത്തിരിക്കേണ്ടതായിട്ട് വരും. മാത്രമല്ല, നിങ്ങൾ ഏതെങ്കിലും ഒരു ക്രൈം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രൈമിലൂടെ അകപ്പെടുകയാണെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ വിസ ക്യാൻസൽ ചെയ്യുകയും നിങ്ങളെ നാട്ടിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്യും.
നിങ്ങളുടെ ഡിപ്പെൻഡിനെ ഇവിടെ താമസിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഈ ഡിപ്പെൻഡിനെ നിങ്ങൾ ഇവിടെ കൊണ്ടുവരണമെങ്കിൽ ഇതുവരെ ഇംഗ്ലീഷ് നോളജിൻ്റെ ഇംഗ്ലീഷ് ടെസ്റ്റിൻ്റെ ഒരു ആവശ്യതയും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇനി മുതൽ നിങ്ങളുടെ ഡിപ്പെൻഡിനെ ഇവിടെ കൊണ്ടുവരണമെങ്കിൽ അവർക്കും ഇംഗ്ലീഷ് ടെസ്റ്റ് പാസ്സാകേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ വിസ നിയന്ത്രണങ്ങളുമായിട്ടാണ് UK ഗവൺമെൻറ് ഇപ്പോൾ വരാൻ പോകുന്നത്. ഇവിടുത്തെ എമിഗ്രേഷൻ കുത്തനെ കൂടിയിരുന്നു, അത് കുറയ്ക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. സത്യം പറഞ്ഞാൽ ഇവിടെ പഠിച്ചിറങ്ങുന്ന ആളുകൾക്ക് പോലും ഇപ്പോൾ ഇവിടെ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പുറത്തുനിന്ന് വരുന്ന ആളുകൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട്. UK പണ്ടത്തെ അവസ്ഥയല്ല ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ സിറ്റുവേഷന് ചിലപ്പോൾ മാറ്റങ്ങൾ വരാം, പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്, വളരെ പരിതാപകരമാണ്. അടുത്ത ഒരു ചേഞ്ചസ് ആണ് UK ഇനിയും പുറത്തുനിന്ന് ഔട്ട്സൈഡ് കൺട്രിയിൽ നിന്ന് കെയർ വിസയിലേക്ക് UK വരാനായിട്ട് പറ്റുകയില്ല. അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിനു മുമ്പേ ഒക്കെ കെയർ വിസയിൽ ധാരാളമായിട്ട് UK വരാമായിരുന്നു, അതൊക്കെ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ വളരെ കർശനമായ വിസ നിയന്ത്രണങ്ങൾ UK ഗവൺമെൻറ് ഏർപ്പെടുത്താനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് UK പ്രധാനപ്പെട്ട വിസ നിയമങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻകറേജ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് യൂറോസൈറ്റ്സ്.